إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. ധാരാളം മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് സമാധാനം നൽകുകയും പ്രവാചകനുള്ള മാർഗം അത് ഹക്കിന്റെ മാർഗമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ പല മുഅ്ജിസത്തുകളും ചില ആൾക്കാർ പിൽക്കാലഘട്ടത്തിൽ വരികയും അതൊരാഘോഷമാക്കി മാറ്റുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന പിൽക്കാലഘട്ടത്തിൽ ജനങ്ങൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന ഒരു മുഅ്ജിസത്താണ് ഇസ്റാ മിഅ്റാജ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പദവി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇസ്റാ മിഅ്റാജ്. ഇന്ന് ചില ആൾക്കാർ വരികയും ആ ഇസ്റാ മിഅ്റാജ് നടന്നത് റജബ് 27 പറഞ്ഞുകൊണ്ട് റജബ് 27 തീയതി പ്രത്യേക ചില ആഘോഷങ്ങൾ, പ്രത്യേക ചില നോമ്പുകൾ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികളോ അതിനുശേഷം വന്നിരിക്കുന്ന താബിഈങ്ങളോ ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പതിവ് ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, എന്താണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന രീതിയിൽ, ഒരു മുസ്ലിം ആയതുകൊണ്ട് നാം അതിനെ സംബന്ധിച്ച് അറിയണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മക്കയിലെ ജനങ്ങൾ വിഗ്രഹാരാധന നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വന്നുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥരുടെയും ആവശ്യമില്ല, നിങ്ങൾ നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, അതിനു പുറമെ ഒരു വിഗ്രഹത്തോടും ആരാധന നടത്തരുത്, ദുആ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് പ്രഖ്യാപിച്ച സമയം മക്കയിലുള്ള കാഫിരീങ്ങൾ പ്രവാചകനെ വധിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങളും ആവിഷ്കരിച്ചു. പലതരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് ഒഴിവാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. കാഫിരീങ്ങൾ പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചു. കൊടിയ പീഡനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ പിതാവിന്റെ വാപ്പയായ അബൂ ത്വാലിബാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്. അബൂ ത്വാലിബിന്റെ മരണത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ പ്രയാസമുണ്ടായി. പ്രവാചകത്വം ലഭിച്ച് 10ാമത്തെ വർഷത്തിൽ അബൂ ത്വാലിബ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അവിടുത്തെ പത്നി നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബിന്റെ മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ കുടുംബത്തോടും അവരെ സ്വീകരിച്ചവരോടും ഉപരോധം ഏർപ്പെടുത്തി മക്കയിലെ കാഫിരീങ്ങൾ. ശിഅബ് അബീ താലിബ് എന്ന് പറയുന്ന പ്രദേശത്ത് അവരെ ആക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, അവർക്ക് കുടിക്കാൻ നല്ല വെള്ളമില്ല, ആരും അവരോട് സംസാരിക്കുന്നില്ല. പ്രയാസത്തിന്റെ മുകളിൽ പ്രയാസമാക്കിക്കൊണ്ട് മക്കയിലെ കാഫിരീങ്ങൾ നബിയെയും വിശ്വസിച്ച ആൾക്കാരെയും പ്രയാസപ്പെടുത്താൻ തുടങ്ങി. ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാനിയായ ഒരു ഹദിയ എന്ന പോലെ, റബ്ബാനിയായ സമ്മാനം എന്നതുപോലെ ഇസ്റാ മിഅ്റാജിന്റെ യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. ഇസ്റാ മിഅ്റാജിന്റെ യാത്ര നടന്നിരിക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ്. അത് ഏത് മാസമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഇമാം ജോറഖാനി അദ്ദേഹത്തിന്റെ കിതാബിലും
ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിലും ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഇസ്രാ മിഅ്റാജ് നടന്നിരിക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് മുഅ്ജിസത്തായി കൊണ്ട് ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തുന്നത്. സഹോദരങ്ങളെ, ഇസ്രാ മിഅ്റാജ് എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതാരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അത്തരക്കാർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ബൈത്തുൽ മഖ്ദിസിലേക്ക്, ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയതിനാണ് ഇസ്രാ എന്ന് പറയുക. അവിടുന്ന് ആകാശത്തേക്ക് പോയ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുക. മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടുകയും ബൈത്തുൽ മഖ്ദിസിന്റെ അരികിലേക്ക് പോവുകയും ചെയ്തു. എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു വഴിദൂരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി പോകുന്നത്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിന, ചില ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ. പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന മനസ്സുമായി ജീവിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനം നൽകാൻ, മനസ്സിന് ആനന്ദം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളെ സഹായിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ, ആ സന്തോഷ വാർത്ത നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും മുഅ്ജിസത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത്. എന്തായിരുന്നു ആ സംഭവം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, സഹീഹുൽ ബുഖാരിയിൽ വന്നതുപോലെ, ഫുർജ അൻ സഖഫി ബൈതി വഅന ബിമക്ക, ഞാൻ മക്കയിൽ എന്റെ വീട്ടിലായിരിക്കെ അവിടേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഫനസല ജിബ്രീൽ വന്നു. ഫഫറജ സദ്രി, എന്റെ ഹൃദയം പിളർത്തി. ثم غسله بماء സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി. സഹോദരങ്ങളെ, ഇതെപ്പോഴാണ്? മക്ക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം 10ാമത്തെ വർഷത്തിന് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകന്റെ ഹൃദയം ശുദ്ധീകരിക്കുകയും അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ബുറാഖ് എന്ന് പറയുന്ന ഒരു ജീവിയുമായി, ഒരു മൃഗവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, വെളുത്ത നിറമുള്ള ഒരു ജീവി, വെളുത്ത നിറമുള്ള ഒരു മൃഗം, അതിവേഗതയുള്ള ഒരു മൃഗം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്, ബുറാഖിന് ചിറകുകളുണ്ടത്രേ. അതൊരിക്കലും ഹദീസിൽ സ്ഥിരപ്പെടാത്തതാണ്. വെള്ള നിറത്തിലുള്ള ഒരു മൃഗം വന്നു, അതിവേഗതയുള്ള ഒരു മൃഗം. ആ മൃഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മൃഗത്തിന്റെ മുകളിൽ കയറി ബുറാഖ് എന്ന് പറയുന്ന അതിവേഗതയുള്ള അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു മൃഗത്തിൽ കയറുകയും ജിബ്രീലിന്റെ കൂടെ ബൈത്തുൽ മഖ്ദിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുകയും ചെയ്തു. ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തെത്തി. അവിടെയുള്ള ഒരു സ്ഥലത്ത് ബുറാഖ് എന്ന് പറയുന്ന ഈ ജീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിയിടുകയും പ്രവാചകൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് കയറി 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. 2 റക്അത്ത് നിസ്കരിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അല്ലാഹുവിന്റെ അരികിലേക്ക് പോകാൻ, ആകാശത്തേക്ക് പോകാൻ. അങ്ങനെ ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം 2 പാത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഒരു പാത്രത്തിൽ മദ്യമാണ്, മറ്റൊരു പാത്രത്തിൽ പാലാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മദ്യം നിഷിദ്ധമാക്കിയിട്ടില്ല. ഹിജ്റ ജീവിതത്തിലാണ്, മദീന ജീവിതത്തിലാണ് മദ്യം നിഷിദ്ധമാക്കുന്നത്. ഇസ്രാ മിഅ്റാജ് നടന്നത് മക്ക ജീവിതത്തിലാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ 2 പാത്രത്തിലുള്ള, ഒരു പാത്രത്തിൽ പാലും മറ്റൊരു പാത്രത്തിൽ മദ്യവും കൊണ്ടുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാല് തെരഞ്ഞെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, ഏറ്റവും നല്ല സ്വഭാവമാണ്, ഏറ്റവും നല്ല കാര്യമാണ് പ്രവാചകരെ താങ്കൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മദ്യം
മദ്യം നിഷിദ്ധമല്ലാത്തതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ദോഷമായ വശങ്ങൾ അറിയുന്നത് കൊണ്ട് അത് ഒഴിവാക്കുകയും പാല് കുടിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ ജിബ്രീലിന്റെ കൂടെ ഞാൻ യാത്ര തുടങ്ങി. ഇതൊക്കെ ഒരു രാത്രിയിലാണ്. ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് പ്രവാചകനെയും കൂട്ടി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെയും കൂട്ടി ആകാശത്തേക്ക് പോയി. ശരിക്കും ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു കഥ കേട്ട് ഒഴിവാക്കാനല്ല. നമ്മുടെ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മൾ അറിയാൻ, അത് നമ്മൾ പഠിക്കാൻ, അതിലാണ് നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ. പ്രവാചകന്റെ ചരിത്രം അറിയാത്ത മുസ്ലിം ഉമ്മ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ പ്രയാസങ്ങളും ദീന് ഒഴിവാക്കാനുള്ള കാരണമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രവാചക ചരിത്രം വ്യക്തമായിട്ട് കേൾക്കുക. നമ്മുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ സഹോദരങ്ങളെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലമ്മ ജിഅതു ഇല സമാഇ ദുനിയ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഒന്നാം ആകാശത്തിന്റെ അരികിലേക്ക് എത്തി. ഫഖാല ജിബ്രീലു ലിഖാസിനി സമാ, ആകാശത്തെ സംരക്ഷിക്കുന്ന മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇഫ്തഹ്, താങ്കൾ ഈ വാതിൽ തുറക്കുക. ഒന്നാം ആകാശത്തിന്റെ വാതിൽ തുറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തെ സംരക്ഷിക്കുന്ന മലക്കിനോട് കൽപ്പിച്ചു. ഖാല, ആ മലക്ക് ചോദിച്ചു, മൻ ഹാദാ, ആരാണ് വന്നിരിക്കുന്നത്? എന്നോട് തുറക്കാൻ പറയുന്നത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. അപ്പോൾ ആ മലക്ക് ചോദിച്ചു, മൻ മഅക്, താങ്കളുടെ കൂടെ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മഅി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൂടെയുള്ളത് മുഹമ്മദ് നബിയാണ്. ഒന്നാം ആകാശത്തിന്റെ കാവൽക്കാരനോട് പറയപ്പെട്ടപ്പോൾ കാവൽക്കാരൻ ചോദിച്ചു, അഉർസില ഇലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചോ? മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് പ്രവാചകത്വം ലഭിച്ചോ എന്ന് ആ മലക്ക് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നഅം, പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു യാത്ര. സഹോദരങ്ങളെ, ഒന്നാം ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ആ സമയത്ത് അവിടെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്നു. ആദം നബി അലൈഹിസ്സലാം പ്രവാചകനെ കണ്ടയുടൻ പറഞ്ഞു, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്, മർഹബൻ ബിൽ അഖിസ് ബിൽ നബിയ്യി സ്വാലിഹ്, നബിയായ മുഹമ്മദിന് ഇവിടേക്ക് സ്വാഗതം. വൽ ഇബ്നു സ്വാലിഹ്, നല്ല മകനായ മുഹമ്മദിന് ഇവിടേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അതിനുശേഷം രണ്ടാം ആകാശത്തേക്ക് പോയി. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള മലക്ക് ചോദിച്ചു, ആരാണ്? ജിബ്രീലാണെന്ന് പറഞ്ഞു. കൂടെയുള്ളത് മുഹമ്മദ് ആണെന്ന് പറഞ്ഞു. രണ്ടാം ആകാശത്തിന്റെ വാതിലും തുറക്കപ്പെട്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ആകാശത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഈസ ഇബ്നു മറിയം, യഹ്യ ഇബ്നു സക്കരിയ അലൈഹിമസ്സലാത്തു വസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടയുടൻ പ്രവാചകനെ സ്വീകരിച്ചു. മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വൽ അഖി സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. മൂന്നാം ആകാശത്തേക്ക് പോയി. നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചു. അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. പ്രവാചകൻ പറയുന്നു, യൂസുഫിന്റെ സൗന്ദര്യം വളരെ വലിയൊരു സൗന്ദര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിൽ നിന്ന് വളരെ നല്ലൊരു വിഹിതം തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. ശേഷം നാലാമത്തെ ആകാശത്തിലേക്ക് പോയി. അവിടെ മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. അഞ്ചാമത്തെ ആകാശത്തേക്ക് പോയി. അവിടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അദ്ദേഹവും പ്രവാചകനെ സ്വീകരിച്ചു. അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂനിനെ കണ്ടു. ആറാമത്തെ ആകാശത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ കണ്ടയുടൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വൽ അഖി സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാമും പ്രവാചകനെ സ്വീകരിച്ചു. സഹോദരങ്ങളെ, അതിനുശേഷം ഏഴാമത്തെ ആകാശത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി. ഏഴാമത്തെ ആകാശത്തിലതാ പ്രായം ചെന്ന ഒരു വ്യക്തി, അദ്ദേഹം അവിടെയുള്ള ബൈത്തുൽ മഅമൂറിന്റെ ഭാഗത്തേക്ക് ചാർന്നിരിക്കുന്നു. അതാരാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടെ കണ്ടു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. സൃഷ്ടിപ്പിൽ പ്രവാചകനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ള വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം.
അവിടെ ബൈത്തുൽ മഅമൂറിന്റെ ഭാഗത്തേക്ക് ഇബ്രാഹിം നബി ചാരിയിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീലെ ഇതെന്ത് ഭവനമാണ്? ഈ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് എന്താണ് ഭവനം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70,000 മലക്. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളൊരു ഭവനമാണ്, 7ാം ആകാശത്തുള്ള ഒരു ഭവനമാണ്. എല്ലാ ദിവസവും 70,000 മലക്കുകൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിന് വേണ്ടി അവർ നിസ്കരിക്കുന്നു. ഇദാ ഖറജു ലം യഊദു ഇലൈഹി ആഖിറ മാ അലൈഹിം. 70,000 ആൾക്കാർ ഒരു ദിവസം അവിടുന്ന് ഇബാദത്ത് ചെയ്ത് പുറത്തിറങ്ങിയാൽ ഖിയാമത്ത് നാൾ വരെ ആ 70,000 വീണ്ടും അവിടെ പ്രവേശിക്കുകയില്ല. പിറ്റേ ദിവസം അടുത്ത 70,000, അതിനുശേഷമുള്ള ദിവസം അടുത്ത 70,000. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളെ സംബന്ധിച്ച് അവൻ പറഞ്ഞതുപോലെ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അല്ലാഹുവിന്റെ പട്ടാളങ്ങളെ സംബന്ധിച്ച് അവന് മാത്രമാണ് അറിവുള്ളത്. ഇത്രയും അധികം മലക്കുകൾ എല്ലാ ദിവസവും പ്രവേശിക്കുന്ന ഒരു വീടാണ് ബൈത്തുൽ മഅമൂർ എന്നുള്ളത്. ഈ ലോകത്ത് കഅബ എന്നതുപോലെ ജനങ്ങൾ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഈ ലോകത്തുള്ള കഅബ പോലെ, 1ാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സ പോലെ 7ാം ആകാശത്ത് അല്ലാഹു വെച്ചിരിക്കുന്നതാണ് ബൈത്തുൽ മഅമൂർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഅമൂർ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഅമൂർ കണ്ടു. 7 ആകാശത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. 7ാം ആകാശത്തിന്റെ മുകളിൽ എന്താണ്? അവിടെ വെള്ളമാണ്, അവിടെ വെള്ളമാണ്. അതിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ്, അല്ലാഹുവിന്റെ അർശ്, അതിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അധികം ഉന്നതിയിലുള്ളതാണ് അല്ലാഹുവിന്റെ അർശ്. ഈ അർശിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയും അല്ലാഹു എല്ലായിടത്തുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു ഉണ്ട്, നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ അല്ലാഹു ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു ഉണ്ടെന്ന് പറയുന്നവർ, സഹോദരങ്ങളെ, അത് കുഫ്റിന്റെ വാദമാണ്. ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ്. പരിശുദ്ധമായ ഖുർആനിനെയാണ് അവൻ കളവാക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, അല്ലാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പോലും പേര് പറയാൻ മടിക്കുന്ന എത്രയെത്ര സ്ഥലങ്ങളുണ്ട് ഈ ലോകത്തിൽ, നമ്മൾ പോലും അധികം സമയം ചെലവഴിക്കാൻ മടിക്കുന്ന എത്രയെത്ര സ്ഥലങ്ങളുണ്ട് ഈ ലോകത്തിൽ. അവിടെയൊക്കെ അല്ലാഹു ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതൊരിക്കലും അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. എന്നിരുന്നാലും അർശിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ വലിപ്പമുള്ള സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. ആകാശഭൂമികളെക്കാൾ എത്രയോ വലിയ സ്ഥലം, ആകാശഭൂമികളെക്കാൾ എത്രയോ വലിയ സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൊണ്ട് പടച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. അല്ലാഹു അവന്റെ കൈകൊണ്ട് പടച്ചിരിക്കുന്ന സൃഷ്ടി. എല്ലാ സൃഷ്ടികളോടും അല്ലാഹു എങ്ങനെയാണ് പടച്ചത്? അവരോട് പറഞ്ഞു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് സകല സൃഷ്ടികളും ഉണ്ടായതെങ്കിൽ ചില സൃഷ്ടികൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകുകയും അവന്റെ കൈകൊണ്ട് അവൻ പടക്കുകയും ചെയ്തു. ഏതൊക്കെയാണത്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, إن الله خلق 4 أشياء بيده. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങളെ അവന്റെ കൈകൊണ്ടാണ് പടച്ചിരിക്കുന്നത്. അൽ അർശ്, ഒന്നാമത്തേത് അർശാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം, അതിനെ അല്ലാഹു പടച്ചിരിക്കുന്നത് അവന്റെ കരങ്ങൾ കൊണ്ടാണ്. വൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ തയ്യാറാക്കിയിരിക്കുന്ന പേന, അതിനെ അല്ലാഹു പടച്ചിരിക്കുന്നത് അവന്റെ കരങ്ങൾ കൊണ്ടാണ്. വ ആദം, ആദം നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു പടച്ചിരിക്കുന്നത് അവന്റെ കൈകൾ കൊണ്ടാണ്. വജന്നത അദിൻ, ജന്നത അദിനെയും അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് അവന്റെ കരങ്ങൾ കൊണ്ടാണ്. ഈ 4 കാര്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൾ കൊണ്ട് പടച്ചിരിക്കുന്നത്. സുമ്മ ഖാല ലിസാഇരിൽ ഖൽഖ്, അതിനുശേഷമുള്ള സൃഷ്ടികളോട് അല്ലാഹു പറഞ്ഞു കുൻ ഫകാൻ, നിങ്ങൾ ഉണ്ടാവുക എന്ന് കൽപ്പിച്ചു. അതൊക്കെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഇത്ര വലിയൊരു സൃഷ്ടിയായ ഇത്ര മഹത്വമുള്ള അർശിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കി. ഈ യാത്രയിലാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത്. മിഅ്റാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കളുടെ ഉമ്മത്തിന് 50 വഖ്ത് നിസ്കാരം വാജിബാണ്. 50 വഖ്ത് നിസ്കാരം വാജിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകിയിരിക്കുന്ന സമ്മാനവും സ്വീകരിച്ചുകൊണ്ട് 7ാം ആകാശത്തേക്ക് വന്നു. അതിനുശേഷം 6ാം ആകാശത്തേക്ക് വന്നു.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹു എന്ത് കാര്യമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 50 വഖ്ത് നിസ്കാരമാണ് എന്റെ ഉമ്മത്തിന് അള്ളാഹു വാജിബാക്കിയിട്ടുള്ളത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഉമ്മതക ലാ തുതീഖു ദാലിക്, മുഹമ്മദേ നിന്റെ ഉമ്മത്തിന് അതിന് സാധിക്കുകയില്ല. 50 വഖ്ത് ഒരു ദിവസം നിസ്കരിക്കാൻ നിന്റെ ഉമ്മത്തിന് പ്രയാസമാകും. അതുകൊണ്ട് അള്ളാഹുവിനോട് നീ ആവശ്യപ്പെടുക കുറച്ചു തരാൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്ക് കേട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അരികിലേക്ക് പോയി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കുറക്കാൻ ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കൊടുത്തു. 5 വഖ്ത് കുറച്ചു കൊടുത്തു. 45 വഖ്ത് നിസ്കാരം നിസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നപ്പോൾ മൂസാ നബി പറഞ്ഞു, ഇനിയും കുറക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ 1-2 തവണ അല്ലാഹുവിന്റെ അരികിൽ പോയി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുന്ന ഖംസുൻ ബിഖദ്രി 50, അത് 5 വഖ്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ മതി. പക്ഷേ 50 വഖ്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മാ യുബദ്ദലുൽ ഖൗലു ലദൈ, അല്ലാഹുവിന്റെ അരികിൽ ഒരു തീരുമാനമെടുത്താൽ അത് അല്ലാഹു മാറ്റുകയില്ല. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും 5 വഖ്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ 50 വഖ്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്തത്. എന്നിട്ടും ആ നിസ്കാരത്തിൽ കുറവ് വരുത്തുന്നവർ, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തവർ, ഫജ്ർ നിസ്കരിക്കാത്തവർ, ഇശാ നിസ്കരിക്കാത്തവർ, സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇതിന് സാധിക്കുക? ഇതിനു പകരം 50 വഖ്താണ് നമ്മുടെ മേൽ വാജിബാക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ 5 വഖ്ത് നിസ്കാരത്തിൽ പോലും അശ്രദ്ധ കാണിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ കപടവിശ്വാസത്തെ ഭയന്നുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അതിനുശേഷമുള്ള സച്ചരിതരായ ഏതെങ്കിലും കാലഘട്ടത്തിലോ സഹോദരങ്ങളെ, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ബാക്കിയുള്ള ഇബാദത്തുകൾ പോലെയല്ല. 7-ാം ആകാശത്ത് വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് നൽകിയിരിക്കുന്ന സമ്മാനമാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഈ ഒരു സമ്മാനം, 5 വഖ്ത് നിസ്കാരം സമ്മാനമായി നേടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വന്നു. സഹോദരങ്ങളെ, ഇവിടെ ഉണർത്താനുള്ള ഒരു കാര്യം, ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനെ കണ്ടു എന്നാണ്. അത് തെറ്റാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞവനാണ്. അല്ലാഹുവിനെ കണ്ടിട്ടില്ല. നബി എന്നെ പറഞ്ഞതുപോലെ നൂറുൻ അന്നാ ഉറാ, അല്ലാഹു ഒരു പ്രകാശമാണ്, ഞാൻ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക? ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ സത്യവിശ്വാസികൾ കാണും അവസാന നാളിലാണ് അല്ലാഹുവിനെ കാണുക. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എന്നിരുന്നാലും ഈ ഒരു സമ്മാനവും ലഭിച്ചുകൊണ്ട് ഭൂമി ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മക്കയിൽ പ്രവാചകനെത്തി. മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ ദ്രോഹിക്കുന്ന, പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകനെ കളിയാക്കുന്ന ഒരു ജനവിഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകദേശം ഉറപ്പാണ് ഈ കാര്യം അവരോട് പറഞ്ഞാൽ അവരിത് കളവാണെന്ന് പറയും. കാരണം അന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ധാരാളം ദിവസങ്ങളുടെ യാത്രയുണ്ട്. മുഹമ്മദ് അതാ പറയുന്നു, ഒരു രാത്രിയിൽ പെട്ടെന്നവൻ പോയി വന്നത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരിക്കുകയായിരുന്നു. ഈ ഉമ്മത്തിന്റെ ഫിർഔൻ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച അബൂ ജഹൽ അതിലൂടെ കടന്നു വന്നു. പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ താങ്കളുടെ അരികിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. എന്താണ് വാർത്ത, താങ്കൾ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഞാൻ യാത്ര പോയി. അബൂജഹൽ ചോദിച്ചു, ഒരു രാത്രി കൊണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഒരു രാത്രി കൊണ്ട്. അബൂജഹലിന് സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ പുതിയൊരു കാരണം കിട്ടിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, ഞാൻ ഈ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം അവരോടും പറയാൻ നീ തയ്യാറാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ മുമ്പിലും പറയാൻ തയ്യാറാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ ദീനാണ്. അബൂജഹൽ ഹയാ മഅ്ശറ ബനി കഅബ് ബിൻ ലുഅയ് എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മഖ്ദിസിൽ പോവുകയും അവിടുന്ന് തിരിച്ചു വരികയും ചെയ്തു. ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി. പല ആൾക്കാരും ചിരിച്ചു. ഇതെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഒരു രാത്രി കൊണ്ട് ഇത്രയും അധികം ദൂരമുള്ള സ്ഥലത്തേക്ക് എങ്ങനെ പോയിട്ട് വരാനാണ്?
പല ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ അതിന് മുമ്പ് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, താങ്കൾ പോയി എന്നാണല്ലോ വാദിക്കുന്നത്, എന്നാൽ ബൈത്തുൽ മഖ്ദിസിന്റെ രൂപം നമുക്കൊന്ന് പറഞ്ഞു തരിക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുകയും ബൈത്തുൽ മഖ്ദിസിന്റെ ഓരോരോ രൂപം വളരെ വ്യക്തമായ രൂപത്തിൽ മക്കയിലെ കാഫിറുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. മുമ്പ് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര പോയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ബൈത്തുൽ മഖ്ദിസിന്റെ രൂപം, ഇതാണ് സത്യം എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളനാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാലും അവരുടെ സ്വഭാവം പോലെ ഹഖ് ലഭിച്ചിട്ടും ഹഖ് സ്വീകരിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു നടന്നു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് പോലെ അവർക്ക് എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ അവർ പറയും, ഇതൊക്കെ മാരണവിദ്യയാണ്, ഇതൊക്കെ കൺകെട്ട് വിദ്യയാണ്, അതല്ലാതെ ഇതിലൊന്നും സത്യമില്ല. വകദ്ദബു, അവർ എപ്പോഴും അവരുടെ പതിവ് പ്രവാചകൻ എന്ത് പറഞ്ഞാലും അത് നിഷേധിക്കും. വത്തബഉ അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛയാണ് അവർ പിൻപറ്റുന്നത്. വകുല്ലു അംരിൻ മുസ്തഖിർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ മക്കയിലെ കാഫിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും പ്രവാചകന്റെ വാക്കിന് വില നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിക്കാതെ പ്രവാചകനെ ആക്ഷേപിച്ചു നടന്നു. ചില ആൾക്കാർ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തേടിപ്പോയി. എന്താണ് അവരുടെ ഉദ്ദേശം? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന് സാമ്പത്തിക സഹായം ചെയ്യുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സകല മേഖലയിലും സഹായിക്കുന്നത്. ഈ അബൂബക്കറിനെ പ്രവാചകനിൽ നകറ്റാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ ഒരു വാർത്ത. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന വിഡ്ഢിത്തം ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ഒഴിവാക്കും, പ്രവാചകനെ തള്ളിപ്പറയുമെന്ന് അവർ കരുതി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ചങ്ങാതി ഇന്നലെ പറഞ്ഞു നടക്കുന്ന കാര്യം നീ കേട്ടോ? അബൂബക്കർ ചോദിച്ചു, എന്താ പറയുന്നത്? ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തത്രേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവഖാല ദാലിക്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? ഖാലു നഅം, അവർ പറഞ്ഞു അതെ, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അവർ സന്തോഷിച്ചു. അവർ കരുതിയത് എന്താ? അബൂബക്കർ ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, അഥവാ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സത്യം പറയുന്നവനാണ്, അവൻ കളവ് പറയുകയില്ല, മുഹമ്മദ് സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നവരെ തള്ളിവിടുകയും അവരോട് പറഞ്ഞു, ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക്, ആകാശത്ത് നിന്ന് മുഹമ്മദിന് വഹി നൽകുന്നുണ്ട്, വഹി ലഭിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതാണ് ഈമാൻ. ഇതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ സിദ്ദീഖ് എന്ന പേര് വന്നത്. അബൂബക്കർ അസ്-സിദ്ദീഖ് എന്ന പേര് വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ യാത്ര ജനങ്ങൾ കളവാക്കിയപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. നിസ്കാരത്തിന്റെ പ്രത്യേകത, നിസ്കാരത്തിന്റെ മഹത്വം ജീവിതത്തിൽ മനസ്സിലാക്കുക. സഹാബത്തിന്റെ ഈമാൻ പോലെ നമുക്കും ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രം എതിർത്താലും, ഏത് ആൾക്കാർ എതിർത്താലും, ഏത് ലോകരാജ്യങ്ങൾ എതിർത്താലും അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന കാര്യം സത്യമാണ്. കാരണം വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പറയുന്നത്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് വരെ ലോകത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോരോ ദിവസവും മുസ്ലിം സമുദായത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആൾക്കാർ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ നല്ല രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു കഥയിൽ, ഇസ്രാ മിഅ്റാജിന്റെ കഥയിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അതിലൊരു വലിയ പാഠമാണ് നിസ്കാരത്തിന്റെ വിഷയം. അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മസ്ജിദുൽ അഖ്സ.
മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദിവസം ചില ആൾക്കാർ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ലോകത്ത് ആദ്യമായി പണിതിരിക്കുന്ന മസ്ജിദ് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദ് അൽ ഹറാം, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ് ആദ്യമായി പണിതിരിക്കുന്നത്. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, അതിനുശേഷം ഏത് മസ്ജിദാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദ് അൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്. ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പണിതപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ മസ്ജിദ് എന്ന് സഹാബികളോട് പ്രവാചകൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, കംബൈനഹുമ, പ്രവാചകരെ, മസ്ജിദുൽ ഹറാം നിർമ്മിച്ചതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 വർഷത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖ്സ പണിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അമ്പിയാക്കൾ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്ന മസ്ജിദാണ് മസ്ജിദുൽ അഖ്സ. മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമസ്സലാത്തു വസ്സലാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി ധാരാളം പണിയെടുത്ത പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ന് മുസ്ലിം സമൂഹം മസ്ജിദുൽ അഖ്സയെ മറന്നു. മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ചൊരു ചിന്ത അവരുടെ മനസ്സിലില്ല. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 17-18 മാസങ്ങളോളം ഖിബലയായി നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്കാണ് എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മസ്ജിദുൽ അഖ്സ ഓർമ്മയില്ല. എത്ര ആൾക്കാർ മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ഇസ്സത്തിന് വേണ്ടി എത്ര സഹോദരങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരങ്ങളെ, മസ്ജിദുൽ അഖ്സ സാധാരണ ഒരു മസ്ജിദ് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസ്ജിദുൽ അഖ്സയിലുള്ള ഒരു നിസ്കാരം 250 നിസ്കാരത്തിന്റെ മഹത്വമാണ്. മസ്ജിദുൽ അഖ്സയിലുള്ള ഒരു നിസ്കാരം 250 നിസ്കാരത്തിന്റെ മഹത്വമാണ്. എത്ര ആൾക്കാർ ജീവിതത്തിൽ കൈയുയർത്തി അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവേ, മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, 3 മസ്ജിദുകളിലേക്കല്ലാതെ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. അൽ മസ്ജിദ് അൽ ഹറാം, ഒന്ന് മക്കയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം. രണ്ടാമത്തേത് അൽ മസ്ജിദ് അൽ അഖ്സ, ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ. മൂന്നാമത്തേത് മസ്ജിദി ഹാദ, മസ്ജിദുൻ നബവിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നിസ്സാരമായ ഒരു മസ്ജിദ് അല്ല. ഇസ്ലാം വളരെയധികം സ്ഥാനം നൽകിയ, അമ്പിയാക്കളൊക്കെ വളരെയധികം സ്ഥാനം കൊടുത്തിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മസ്ജിദാണ് സഹോദരങ്ങളെ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തായിരുന്നു. മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും നല്ല രീതിയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ റോമക്കാരുടെ കീഴിലാണ് മസ്ജിദുൽ അഖ്സ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വളരെ ചുരുങ്ങിയ വർഷമായതുകൊണ്ട് തന്നെ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമർ പറഞ്ഞു, മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹിന്റെ കീഴിൽ ഖാലിദ് ഇബ്നുൽ വലീദ്, ശുറഹ്ബീൽ ഇബ്നു ഹസന, യസീദ് ഇബ്നു അബി സുഫിയാൻ തുടങ്ങിയ സഹാബത്തിലെ ശക്തരായ പടയാളികളെ അയച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കണം. മുസ്ലിം ഉമ്മത്തിന്റേതാണ് മസ്ജിദുൽ അഖ്സ. അന്നും ഇന്നും എന്നും ഒരു സംശയവുമില്ല, മസ്ജിദുൽ അഖ്സ മുസ്ലിം ഉമ്മത്തിന്റേതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം അബൂ ഉബൈദയുടെ കീഴിൽ ഫലസ്തീനിലേക്ക് മുസ്ലിം പട്ടാളം പോയി. അവിടെയുള്ള റോമക്കാര് വിചാരിച്ചു ഉമർ നേരിട്ടാണ് യുദ്ധത്തിന് വന്നത്. ഉമർ നേരിട്ട് യുദ്ധത്തിന് വന്നാൽ ഉമറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള കെൽപ്പ് പോലും അവിടെയുള്ള ജനങ്ങൾക്കില്ല. അവരന്വേഷിച്ചു, ഉമറുണ്ടോ കൂട്ടത്തിൽ? പറഞ്ഞു, ഇല്ല, ഉമർ വന്നിട്ടില്ല. ഖാലിദ് അടക്കമുള്ള സംഘം വന്നിട്ടുണ്ട്. അവര് പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറാണ്. 4 മാസത്തോളം ഉപരോധം നടത്തുകയും മസ്ജിദുൽ അഖ്സ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ധാരാളം വർഷങ്ങൾ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കീഴിലാണ്. അതിനുശേഷം ഏതാനും കാലഘട്ടം കഴിഞ്ഞു. മസ്ജിദുൽ അഖ്സ കാഫിരീങ്ങൾ പിടിച്ചെടുത്തു. നൂറുദ്ദീൻ സങ്കിയുടെ കാലഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സ തിരികെ പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനുശേഷം കാഫിരീങ്ങളുടെ കൈകളിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സക്ക് ഇസ്സത്ത് നൽകി. മസ്ജിദുൽ അഖ്സയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. മുസ്ലിം ഉമ്മത്ത് അതിൽ ആരാധനകൾ നടത്തി.
ഏകദേശം ഉസ്മാനിയ ഭരണകൂടം 100 വർഷങ്ങൾക്ക് മുമ്പ് നിലം പരിശാകുന്നത് വരെ മസ്ജിദുൽ അഖ്സ മുസ്ലിം ഉമ്മത്തിന്റെ കീഴിലാണ്. എന്നാൽ ഇന്ന് മസ്ജിദുൽ അഖ്സയെ കാഫിരീങ്ങൾ, ജൂതന്മാർ പലതരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാൻ സാധിക്കുന്ന ഒരു മസ്ജിദല്ല മസ്ജിദുൽ അഖ്സ എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളി, ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് പോയ പള്ളി, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പങ്കെടുത്ത പള്ളി. സഹോദരങ്ങളെ, ഇത്ര നല്ലൊരു മസ്ജിദ്, ഇത്ര വലിയൊരു മസ്ജിദ് മറന്നു കളയാൻ ഒരിക്കലും മുസ്ലിമിന്റെ അഖീദ അവനെ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക, മസ്ജിദുൽ അഖ്സ മുസ്ലിം ഉമ്മത്തിലേക്ക് തിരികെ ലഭിക്കാൻ. അബൂ ഉബൈദയുടെ അനുയായികളാണ് നമ്മൾ, ഖാലിദിന്റെ അനുയായികളാണ് നമ്മൾ, ശുറഹ്ബീൽ ഇബ്നു ഹസനയുടെ അനുയായികളാണ് നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മുമ്പിലും തളരേണ്ട ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ? അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മസ്ജിദുൽ അഖ്സ ജൂതന്മാരുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് തിരികെ ലഭിക്കാൻ, പൂർണ്ണ ഇസ്സത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് അതിൽ പ്രവേശിക്കാൻ, നമുക്കും അതിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിസാര മസ്ജിദ് അല്ല മസ്ജിദുൽ അഖ്സ എന്ന ബോധം നമ്മുടെ മനസ്സിൽ എന്നും നമ്മൾ കൊണ്ടു നടക്കുക. നമ്മുടെ പ്രാർത്ഥനകളിൽ മസ്ജിദുൽ അഖ്സാക്ക് വലിയൊരു സ്ഥാനം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ, മസ്ജിദുൽ അഖ്സയുടെ ഇസ്സത്ത് ഈ ഉമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാ അദ്ദീൻ. അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദിൽ ഗാസിബീൻ. അല്ലാഹുമ്മ അലൈക ബിഹിം വമൻ അഅവനഹും وناصرهم. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم فرق جمعهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم عليك بهم فإنهم لا يعجزونك. اللهم خذهم أخذ عزيز مقتدر. اللهم خذهم أخذ عزيز مقتدر. اللهم من أرادنا وأراد بلادنا وأراد شعائرنا بسوء فأشغله بنفسه. اللهم اجعل تدبيره تدميرا عليه يا رب العالمين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك. اللهم اجعلنا من عبادك الصالحين. اللهم اجعلنا من عبادك المتقين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم.